ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 1500 സ്ക്വയർ ഫീറ്റിൽ 4.4 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ബാദുഷാ സുറുമി ദമ്പതികളുടെയും അവരുടെ കുഞ്ഞ് മോളായ ദുആ മറിയത്തിൻ്റെയും വീടാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റി ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ടും വെൽക്കം ടു ആ ചാനൽ. അപ്പോൾ വീടിൻ്റെ പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അലിഫ് എന്നാണ് കേട്ടോ വീടിൻ്റെ പേര് നൽകിയിട്ടുള്ളത്. കൂടാതെ ഡി ഹോം എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബാൽക്കണിയിലായാലും ഗേറ്റിലായാലും ഒക്കെ ഡി കാണാൻ സാധിക്കും. മോളുടെ പേര് ദുആ മറിയം എന്നാണ്. അപ്പോൾ ആ ഒരു ഡി ആണ് കേട്ടോ ഈ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മോളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡിസൈൻ വീടിൻ്റെ എലിവേഷനിൽ കൊണ്ടുവരണം എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. 4.4 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും എല്ലാ സൈഡിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു 2 കാറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പേൾ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പാത്ത് വേ ഒക്കെ കൊടുത്തിട്ട് അവിടെയായിട്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ കലാത്തി വെച്ച് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ജാവേദാണ്. നമ്മുടെ ഫാമിൻ്റെ പേരെങ്ങനെയാണ്? ഗ്രാവിറ്റി ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ. ഓക്കെ. അപ്പം ഈ ഒരു വീടിൻ്റെ എന്താ പറയുക, നമുക്ക് 4.4 സെൻറ്റ് പ്ലോട്ടല്ലേ ഉള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ഇവിടുത്തെ അവരുടെ ഒരു കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ക്ലയൻസിന്? 4.4 സെൻറ്റിൽ ഇവർക്ക് ഒരു 4 ബെഡ്റൂമും ലിവിങ്, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം ഉൾക്കൊള്ളിച്ച് വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് സെറ്റ് ബാക്ക് ഏരിയ വിട്ടിച്ച് മാക്സിമം ഏരിയ കൺസ്ട്രക്ഷൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. കാരണം എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ സ്പേസും എല്ലാം 1 ഇഞ്ച് പോലും സ്പേസ് വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഇവിടെ തടി ഒട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, ക്ലൈൻ്റ് ഒരു റിക്കമെൻഡ് ഒന്നായിരുന്നു ടെറാക്കോട്ട, വുഡ്, ഇങ്ങനെ ഈ 2 സാധനങ്ങളും പുള്ളിക്ക് വേണ്ടെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് വുഡില്ലാത്തൊരു UPVC വിൻഡോ, സ്റ്റീൽ ഡോറ് അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് ബഡ്ജറ്റ് എങ്ങനെ ആയിട്ടുണ്ടോ? ഇത് ഏകദേശം 46 lakhs ആയിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ്. ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ്, കോമ്പൗണ്ട് വാള് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് സംസാരിക്കാം. നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലോറിലായിട്ട് കജാരിയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ ഡോർ എന്ന് പറയുന്നത് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ സെറ്റും ഈ കളർ ഇതൊക്കെ ഒന്ന് ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഈ ഒരു കളർ യൂസ് ചെയ്തതിൻ്റെ കാരണം? ഇത് ടിഫനി ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ക്ലൈൻ്റ് ഒരു ഫേവറേറ്റ് കളറാണ് ഇത്. ആ തീം വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സോഫ സെറ്റ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതനുസരിച്ച് ഈ സ്പേസിന് പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു TV യൂണിറ്റിൽ മറൈൻ പ്ലേ ആണോ യൂസ് ചെയ്തിട്ടുള്ളത്? മറൈൻ പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലോട്ട് വരുമ്പം എന്താണ്? ഇതൊരു സിംബോളോടെ പേപ്പർ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ടൈലാണ്. ഏറ്റവും പുതിയൊരു ലേറ്റസ്റ്റ് ഡിസൈനാണത്. അപ്പം ഇതിന് നമ്മുടെ സാധാരണ മാറ്റും ഗ്ലോസിയും പോലെ അല്ല, ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ചെരുപ്പിടാനൊക്കെ നടക്കാൻ ഫീൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ കാല് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ക്ലയൻറ്റിൻ്റെ ഫാദർ കഴിക്കുമ്പോഴാണ് എപ്പോഴും TV കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അതനുസരിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നത്. രണ്ട് സൈഡിലും ലിവിങ്ങും ഡൈനിങ്ങും ഒരുപോലെ TV കാണാൻ പറ്റും. ഇവിടെ ജിപ്സം ഒക്കെ എങ്ങനെയാണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജിപ്സം ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. പകരമായിട്ട് ജിപ്സത്തിന് പകരം പ്രൊഫൈലായിട്ട് നമ്മൾ കാർവ് ചെയ്തിട്ട് അത് നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കോസ്റ്റ് 1.5 ലക്ഷം രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർസ് വരുന്നത്. അതിൻ്റെ താഴെയുള്ള പോർഷനിൽ നല്ലൊരു പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നാച്ചുറൽ പ്ലാന്റ് ആണ് കേട്ടോ, മോൺസ്റ്റർ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ഗ്രീനറി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. താഴെയൊക്കെ പെബിൾസ് കൊടുത്ത് ആ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു റൂമുണ്ട്, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സ്പെഷ്യാലിറ്റി ഈ ഒരു പാഷ്യോ തന്നെ ആയിരിക്കും അല്ലേ? ഈ വീടിൻ്റെ ലെങ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ പാഷ്യോ ആണ്. അപ്പം പ്രൈവറ്റ് ഏരിയ ആയിട്ടുള്ള ബെഡ്റൂം വെച്ച് ബാക്കി എല്ലാ ഏരിയയും
എയർ പാസ് ചെയ്യുന്ന ഇതിലേ കൂടാണ്. അത് നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എയർ സർക്കുലേറ്റഡ് ആയിട്ട് കിടക്കും. മാത്രമല്ല ഈ ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്താണല്ലോ ഏറ്റവും കൂടുതൽ ആ ഒരു നമുക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കഴിക്കുന്നത്. നമ്മുടെ വാഷ് കൗണ്ടർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പാഷ സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം സ്പേസ് നമ്മൾ എടുത്തിട്ടല്ലേ, കാരണം നമ്മളൊരു 4.4 സെന്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം അതിനകത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് വലിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീട് എപ്പോഴും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ആയിട്ടിരിക്കണം എപ്പോഴും വീട്, എങ്കിൽ മാത്രം നമുക്ക് ഇപ്പോഴത്തെ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചൊരു റോ ഫീൽ വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ആക്ച്വലി ബാംഗ്ലൂർ സ്റ്റോൺ ഫ്ലോർ വിരിച്ചപ്പം എക്സ്ട്രാ ബാക്കി വന്നൊരു സ്റ്റോൺ ആയിരുന്നു. അതിന് ഇവിടെ തന്നെ പൈപ്പിൻ്റെ അകത്ത് തന്നെ ബാക്കി വന്ന കട്ടിങ് പീസുകൾ വെച്ചിട്ട് ചെയ്തെടുത്ത ഇത് മാത്രം ഞങ്ങൾ വാങ്ങിക്കാൻ വന്നോളൂ. ബാക്കിയൊക്കെ ഇവിടുന്ന് തന്നെ സൈറ്റിൽ തന്നെ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റോ ഫിനിഷ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു നല്ല രസമായിട്ടുണ്ട്. താഴെയൊക്കെ പെബിൾസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അത്യാവശ്യം പ്ലാന്റ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഷീറ്റാണ് കേട്ടോ. പിന്നെ CNC കട്ടിംഗ് വർക്കും സ്ക്വയർ ട്യൂബ്സിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 സൈഡിൽ കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് വരുന്നത് കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ്. എന്താണ് ഒരു കൺസെപ്റ്റ് ഓപ്പൺ കിച്ചൺ എന്നുള്ളത് തന്നെയായിരുന്നു? ഓപ്പൺ കിച്ചൺ എന്നുള്ള ക്ലയൻറ്റ് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ആദ്യം തന്നെ വർക്ക് ഏരിയയും വേണം, ഒപ്പം ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ള ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ അത് ഡൈനിങ്ങിനും പാഷ്യൊന്നും കാണാമെന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ എന്താ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് നാനോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കജാരിയുടെ ഒരു ടൈലാണ്. നമ്മളിതെല്ലാം മറൈൻ പ്ലൈവുഡാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ടാൻഡം ബോക്സസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ? അതെ അതെ, നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് ലോങ് ടോൾ യൂണിറ്റ് വിത്ത് ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറേ വ്യൂവേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ടോൾ യൂണിറ്റിന് മാത്രം നമ്മൾ സെറ്റ് ചെയ്യാൻ മാത്രം എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്? ഏകദേശം 32,000 ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വിത്ത് ആക്സസറീസ് അല്ലേ? ഓക്കെ, ഈ നമ്മുടെ ഈ ആക്സസറീസ് മാറുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇതൊന്ന് മെൻഷൻ ചെയ്തത്. ഇനി താഴത്തെ ഫ്ലോറിൽ ഒറ്റ ബെഡ്റൂമാണുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മുകളിൽ 3 ബെഡ്റൂം. അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂംസാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഇത് എത്ര സൈസ് വരുന്നുണ്ട്? 12-11 വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഇത് മെയിൻ പ്രത്യേകത ഇത് കാൻഡിലിവർ ആയിട്ടാണ് നിൽക്കുന്നത്. ബെഡ് കോട്ടല്ലേ? കോട്ടിങ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെയും ജിപ്സം ചെയ്യുന്നതിന് പകരമായിട്ട് പ്രൊഫൈലായിട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കോസ്റ്റ് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കളർ മുഴുവൻ ഒരു ബീജ് കളർ ക്ലയൻറ്റ് ഒരു ആവശ്യമായിരുന്നു. ആ തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തുറക്കാറല്ലേ, ഇത് ഈ വ്യൂ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പടിഞ്ഞാറ് വെസ്റ്റ് സൈഡിൽ നിന്നുള്ള കാറ്റ് കംപ്ലീറ്റ് ബീച്ചിലോട്ട് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ കാറ്റ്. അപ്പം വൈകിട്ടൊക്കെ തുറന്നിരിക്കുവാണെങ്കിൽ റൂമിൻ്റെ അകത്ത് മുഴുവൻ നല്ല കാറ്റ് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ഒരു ബാൽക്കണിയുടെ വെളിയിൽ നിന്ന് കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ, ഒരു ഡീന്ന് കൊടുത്തിരിക്കുന്ന പോർഷനാണ്. ഇനി ഇത് കൂടാതെ ഇവിടുത്തെ ബാത്റൂം ഒരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഒരു വാഷ് ബേസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വരുന്നത് ഗസ്റ്റ് റൂമിലേക്കാണ്. ഈ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ല കേട്ടോ കൊടുത്തിരിക്കുന്നത്, പക്ഷേ വെളിയിൽ നമുക്കൊരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് കിഡ്സ് ബെഡ്റൂം. ഞാൻ ഈ ഒരു റൂം എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം, എൻ്റെ വ്യൂവേഴ്സിനെ എല്ലാവരെയും കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചൺ സെറ്റൊക്കെ എടുത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല, പകരം മുകളിൽ ഒരു കോമൺ ബാത്റൂമാണ് മറ്റ് 2 ബെഡ്റൂംസിനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ടെറസ് പോർഷൻ കൂടി കാണാം, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് എന്താ പറയാനുള്ളതെന്നും കൂടി കേൾക്കാം. പേര് ബാദുഷ എന്നാണ്. ഞാൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് സുർമി ബാദുഷ, ഇതെൻ്റെ മോളാണ് ദുആ മറിയം. വളരെയധികം നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു 12 വർഷമായി പട്ടാളത്തിൽ കയറിയിട്ട്. പട്ടാളത്തിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ എനിക്കിത് സാധിച്ചു. എൻ്റെ ബ്രദർ തന്നെയാണിത്, ജവാദിക്ക. അപ്പം ഗ്രാവിറ്റി ആർക്കിടെക്ചർ സ്റ്റുഡിയോ, ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടു. എനിക്ക് 8 മാസത്തിനകം വേണമെന്നാണ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിലുണ്ടായിരുന്നത്. നമ്മളൊരു വാടക വീട്ടിലായിരുന്നു താമസം. പിന്നെ 8 മാസത്തിൽ തന്നെ, കറക്റ്റ് പറഞ്ഞാൽ 8 മാസം 2ാമത്തെ ദിവസം തന്നെ നമ്മൾ വീട്ടിൽ കയറി. അതിൽ വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ ഡി എന്നുള്ളൊരു കൺസെപ്റ്റ്, മോളുടെ ദുആ മറിയം എന്നുള്ള പേരിലുണ്ട്, ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് നമ്മൾ പ്രൈവറ്റ് ബാൽക്കണിയിൽ ഡി വെച്ച് തന്നു എനിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിൻ്റെ ഡിസൈനിലും എനിക്ക് ആ ഡി കൊണ്ടുവരാൻ സാധിച്ചു, മീൻസ് കിട്ടി. പിന്നെ മനസ്സിലെന്താണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് സഹായിച്ചു വളരെയധികം. പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ എനിക്ക് വീട് പണി തീർത്തു തന്നു. പിന്നെ ഈ ചെറിയൊരു പ്ലോട്ടിൽ എനിക്ക് മാക്സിമം വലിയ വീടുകളിൽ വെക്കുന്നതിന് ഈ പാഷ്യോ കണ്ടൻറ്റും അങ്ങനെ മാക്സിമം എത്ര എയർ ഫ്ലോ വരാനുള്ളതും വെളിച്ചം വരാനുള്ളതും പകൽ ടൈമിൽ നമുക്ക് ലൈറ്റ്സ് ഇടാണ്ട് തന്നെ നമുക്ക് വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് എല്ലാ സഹായം തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം നമുക്ക് വീടിൻ്റെ എല്ലാ കംപ്ലീഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ഡെയിലി എനിക്ക് മെസ്സേജ് ഫോട്ടോസൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു സ്വപ്ന സാഫല്യമാണിത്. അത് ഞാൻ പടച്ചവനോട് നന്ദി പറയുന്നു. ഇന്ന് ഓരോ ഐഡിയാസ് നമ്മൾ എടുത്തെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് ഓരോന്ന് കാണിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് എൻ്റെ ആഗ്രഹം. ഓരോ വീഡിയോ ഇടുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവണം നമ്മളിടുന്ന വീഡിയോ, അതിൽ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ എന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പേര് ഗ്രാവിറ്റി ആർക്കിടെക്ചർ ഡിസൈൻ സ്റ്റുഡിയോ അല്ലേ? നമ്മൾ എല്ലായിടവും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ, എങ്ങനെയുള്ള വീഡിയോകളാണ് കാണാൻ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.